കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 29 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സിനഗോഗിൽ നിന്നിറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ശ്രവിച്ച വായനകളുടെ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിച്ച് മുന്നേറുന്നത് ദുഷ്കരമാണ്. പക്ഷെ അത് വളരെ അനുഗ്രഹപ്രദമാണ്. 2 കൊറിന്തോസ് 9 അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അടുത്ത നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവർക്കാണ് ധാരാളം കൊയ്യാൻ സാധിക്കുക. സാധാരണ നമുക്കറിയാവുന്നതാണ്. നമ്മൾ 1/2 ഏക്കർ വിതച്ചാൽ 1/2 ഏക്കറിൽ നിന്ന് കൊയ്യാം. 500 ഏക്കർ വിതച്ചാൽ 500 ഏക്കറിൽ നിന്ന് കൊയ്തെടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ആത്മീയ കാര്യങ്ങളിൽ, ആത്മീയ തലത്തിലാണേലും അധ്വാനിക്കാതെ നമുക്ക് നേട്ടമുണ്ടാകില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവൻ്റെ മിനിസ്ട്രിയും പ്രാർത്ഥനയും മനോഹരമായിട്ട് സമ്മേളിച്ചു. അത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ അധ്വാനവും, അത് രണ്ടിനും സ്ഥാനമുണ്ട്. അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വിവേകം നമ്മൾ കാണിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ചിലര് ഓവർ ദ ലിമിറ്റ് പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലേറെ സമയം വേണേ അവർ പ്രാർത്ഥിച്ചിരിക്കും. പക്ഷെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ, അവർക്ക് ചെയ്യാവുന്ന നന്മകൾ ചെയ്യാതെ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. അത് ശരിയല്ല എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. വേറെ ചിലരെ കാണാൻ സാധിക്കും, അവര് ഓവർ ദ ലിമിറ്റ് അധ്വാനിക്കും. പക്ഷെ ഒരു അല്പസമയം പോലും പ്രാർത്ഥിക്കുന്ന കാര്യം അത് അവർക്ക് താല്പര്യമില്ല. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ നടക്കേണ്ടതാണ് പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ അധ്വാനം. അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാവുകയും അധ്വാനം ദൈവാനുഗ്രഹത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ കാണുന്നുണ്ട് ഈ കോമ്പിനേഷൻ. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 37 വചനം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 21:37 നമ്മൾ കാണുന്നത്, പകല് മുഴുവൻ ദേവാലയത്തിൽ അധ്വാനിച്ച ശുശ്രൂഷ ചെയ്ത യേശു രാത്രികാലം ഒലിവ് മലയിലേക്ക് കയറി അവിടെ വിശ്രമിക്കുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അതിരാവിലെ കർത്താവ് ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. വിജന സ്ഥലത്തേക്ക് പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതവും അതുപോലെ തൻ്റെ ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള വിവേകം കാണിച്ച ഒരു വ്യക്തിയാണ് യേശു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവിടെ
പത്രോസിന്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ യേശു അവിടെ ചെന്ന് അവളെ ഒന്ന് സ്പർശിച്ചു, പനിയെ ശാസിച്ചു, പനി വിട്ടുമാറി, അവൾക്ക് സൗഖ്യമുണ്ടായി. ഇഷ്ടംപോലെ പിശാച് ബാധിതരെ, രോഗികളായിട്ടുള്ളവരെ അവിടെ കൊണ്ടുവന്നു. അവർക്കെല്ലാം സൗഖ്യം കൊടുക്കാൻ യേശുവിന് സാധിച്ചു. ഹോൾസെയിലായിട്ട് സൗഖ്യം കൊടുക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. നമ്മളൊക്കെ ഒരുപക്ഷെ ഒരു രോഗം കൊണ്ട് തന്നെ നമ്മൾ വലഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു രോഗി വീട്ടിലുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് വലയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാം. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരുപാട് രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ. കാരണം കർത്താവിൻ്റെ ജീവിതം അപ്രകാരമായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യവാനിൽ നമ്മൾ കണ്ടു സാമുവേലിന് ദൈവം നൽകുന്ന വിളി. സാമുവേലിന്റെ ജനനം തന്നെ എപ്രകാരമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഹന്ന എൽക്കാന ദമ്പതിമാർക്ക് മക്കളില്ലാതിരുന്നപ്പോൾ അവരൊരുപാട് പ്രാർത്ഥിച്ചു, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു, ഉള്ളൊരുകി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സന്താനഭാഗ്യം ലഭിച്ചു. അതും അതിവിശിഷ്ടമായൊരു കുഞ്ഞ് സാമുവേൽ. അവനെക്കുറിച്ച് ഇന്ന് നമ്മൾ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും വ്യർത്ഥമാകാൻ ദൈവം അനുവദിച്ചില്ല. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ വാക്കുകൾ പലപ്പോഴും വ്യർത്ഥമായി. നമ്മൾ പറഞ്ഞത് നിറവേറ്റാതെ പോയ സംഭവങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ നടക്കാതെ പോയ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കാണുകയാണ്, സാമുവേലിന്റെ വാക്കുകളിൽ ഒന്നുപോലും വ്യർത്ഥമാകാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ അതിന്റെ കാരണം നമുക്കറിയാം. സാമുവേലിനെ ദൈവം വിളിച്ചു, സാമുവേൽ ആ ദൈവത്തിന് പ്രത്യുത്തരം നൽകി, അവനെ ദൈവം നിയോഗിച്ചു, നിയോഗിക്കപ്പെട്ടവനെ പോലെ അവൻ ജീവിച്ചു. അവനറിയാമായിരുന്നു അവൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, നിയോഗിക്കപ്പെട്ടവനാണ്, അവനൊരു ദൗത്യം നിറവേറ്റാനുണ്ട്. അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാതെ ആ നിയോഗപ്രകാരം അവൻ ജീവിച്ചു. നമുക്കറിയാലോ, എഫേസസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനം വായിച്ചാൽ ദൈവം മുമ്പാകെ പരിശുദ്ധരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ കണ്ണുകളിൽ നാം പരിശുദ്ധരായിരിക്കണം, അതിന് വിളിക്കപ്പെട്ടവരാണ്. ഈ വിളിയും നിയോഗവും അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വീഴത്തില്ല എന്നുള്ളത് പത്രോസ്ലിയായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം വായിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിളി മറന്ന് നമ്മൾ ജീവിക്കുന്നതാണ് ദൈവത്തിന് വേണ്ടി എന്നതിനേക്കാൾ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമായി മാറുക. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കുന്നത് ദുഷ്കരമാണ്. പക്ഷെ ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതനുസരിച്ചുള്ള വലിയ ആത്മീയ സമ്പത്ത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുകയും ചെയ്യും. ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.